ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് അരിയോ അരിപ്പൊടിയോ ഒന്നും തന്നെ ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റ് പോവ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്വീറ്റ് പോവ റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്കിതിലേക്ക് വേണ്ട ബാറ്റർ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ 250 ml മെഷറിംഗ് കപ്പിന് 2 കപ്പ് അളവിൽ മൈദാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ റവ കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 1 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത്. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ചെറിയ ചൂടിലുള്ള വെള്ളം നമ്മളൊരു 2 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും ചെറിയ ചൂടിലുള്ള വെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശേഷം ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ വിസ്ക് വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ജസ്റ്റ് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും നമ്മുടെ ബാറ്ററിയെല്ലാം ഒന്നുകൂടി തിക്കായി വന്നിട്ടുണ്ടാവും. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് തിക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിൽ നമ്മൾ നേരത്തെ തന്നെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു തവി ബാറ്റർ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ബാറ്റർ ഒഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് വീർത്ത് പൊങ്ങി വരും. ആ സമയത്ത് തവി വെച്ചിട്ട് ഇതിന് മുകളിലേക്ക് ഇതുപോലെ എണ്ണ നന്നായിട്ടൊന്ന് തൂവി കൊടുക്കുക. ശേഷം ഒരല്പം കൂടെ സമയം കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പൊങ്ങി വന്ന ഉടനെ തന്നെ തിരിച്ചിട്ട് കൊടുക്കരുത്. ഒരല്പം സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കളറെല്ലാം മാറി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.